സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായിരിക്കുന്നു. മലപ്പുറത്ത് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടുമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതി ചേരുന്നു. ആതിര, ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ മഴ കനക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതെല്ലാം തരത്തിലാണ് മുന്നറിയിപ്പുകൾ? ഈ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇന്ന് മലപ്പുറത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ മഴ കനക്കുമെന്ന് സൂചന നൽകുന്നുണ്ട്. ബുധനാഴ്ച വരെയുള്ള മുന്നറിയിപ്പുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. നാളെ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ തന്നെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ വീശാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എന്തായാലും തുടർച്ചയായി മഴ പെയ്യുന്ന മലയോര മേഖലകളിലുള്ളവരും തീരദേശ പ്രദേശത്തുള്ളവരും കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. ആതിര, എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാലവർഷം വീണ്ടും കനക്കും എന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ശക്തമാകുന്നത്. എന്നാലും കാലവർഷം ഇത്തവണ വലിയ തോതിൽ തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവർ മാറിപ്പാർക്കണം. തിരമാല ശക്തമാകുന്ന സാഹചര്യം ഉള്ളതിനാൽ തന്നെ കടലിലേക്കുള്ള വിനോദസഞ്ചാരം കുറയ്ക്കണമെന്ന ഒരു നിർദ്ദേശവും പറയുന്നുണ്ട്. മാത്രമല്ല, കടൽ തീരങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരും കൃത്യമായ രീതിയിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി പാർക്കേണ്ടതായിട്ടുണ്ട്. സ്വാതി, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകും. അതിതീവ്ര മഴ മുന്നറിയിപ്പുമുണ്ട് ഏകദേശം എല്ലാ ജില്ലകളിലും. അത്തരത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ വരുന്ന നിർദ്ദേശം. ആ വിവരങ്ങളാണ് ആതിര സരസ്വതി നൽകിയത്.